ഹായ് ഓൾ, ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് കേക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നബിദിനത്തിന് പീസ് കേക്ക് കൊടുത്തതിൻ്റെ. അപ്പോൾ ഈ ബൾക്കായിട്ടൊക്കെ നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് ഈ ഒരു റെസിപ്പിയിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ബൾക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേറ്റ്സ് കേക്കാണ്. പക്ഷെ നമ്മളിവിടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് ക്യാരറ്റ് കേക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഡേറ്റ്സ് കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ 1 kg കേക്ക് ചെയ്യാനായിട്ട് 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ കാരമൽ ചേർക്കണില്ല. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്തിട്ട് ഉണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് നമുക്ക് ഒന്നിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യണത്. നമ്മളിപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കാരമൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് 1 കപ്പിന് ഷുഗർ എടുത്തിട്ടുള്ളത്. കാരമൽ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് ഷുഗർ എടുത്താൽ മതി കേട്ടോ. 1 കപ്പ് ഫുള്ളായിട്ട് ആവശ്യമില്ല. ഇത് ബീറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കാം. 1.5 കപ്പ് ഫ്ലോറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. അരിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ഫ്ലോറിലേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്കായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. അത് 1 കപ്പാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 1 ടീസ്പൂണ് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറും ഈ ക്യാരറ്റ് മാത്രമാകുമ്പം അധികം നമുക്ക് ആ ഒരു സ്പൈസസിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് റേസിൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു 1/4 കപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് നന്നായിട്ട് നിരണ്ടി മിക്സ് ചെയ്യണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ആ ഒരു ക്യാരറ്റൊന്നും താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇതിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ക്യാരറ്റ് അങ്ങനെ കടിക്കാനായിട്ട് കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി റേസിൻസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോഴൊന്നും ഒരുപാട് റേസിൻസും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഒന്ന് ബീറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കാരമൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ബേക്കായി വരുമ്പോൾ ഒരു വൈറ്റിഷ് കളറായിരിക്കും ഉണ്ടായിരിക്കുക കേക്ക്. അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടും പിന്നെ കാരമലിൻ്റെ കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ടീ കേക്ക് ഐറ്റംസിൽ, അതായത് ഡേറ്റ്സ് കേക്ക്, ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ്, പ്ലം കേക്ക്, അതിലൊക്കെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കളറാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് നിറയെ എടുക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇത് കുറച്ച് ചേർത്താൽ തന്നെ ആ കേക്കിന് അത്യാവശ്യം കളർ കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കേക്ക്സൊക്കെ ചെയ്യാനായിട്ട് ഇതുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് പല കമ്പനിയിലും നമുക്ക് അവൈലബിൾ ആണ്. കേക്ക് ഷോപ്പിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതിൻ്റെ വലിയ ടിന്നും ഉണ്ടായിരിക്കും, ചെറിയ ടിന്നും ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങാം. ചെറുത് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കേക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കളർ മിക്സ് ചെയ്തതിൻ്റെ ശേഷം, കാരമൽ കളർ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഈ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതില്ലേ, അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ ഒഴിവാക്കിയിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള കളറ് താഴോട്ട് പോയിട്ട് അധികം മിക്സ് ആയിട്ടില്ല കേട്ടോ. അത് ഇങ്ങനെ ഫ്ലോർ ഇട്ട് കഴിയുന്നതിനനുസരിച്ച്, ബാറ്ററി ടൈറ്റായി വരുന്നതിനനുസരിച്ചിട്ട് കളർ നല്ല ഡാർക്കായിട്ട് വരും. ഇപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കളർ ഇല്ല എന്ന് തോന്നും. അപ്പോൾ നമ്മൾ വീണ്ടും കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നോക്കിയിട്ട് മാത്രം ഫുള്ള് സ്പാച്ചിൽ വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയതിൻ്റെ ശേഷം മാത്രം കളർ കുറവാണെങ്കിൽ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല കളർ കിട്ടും. നല്ല ഡാർക്കായിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ നോക്കിയിട്ട് മാത്രം കളർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും കാരമൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് അത്രയും വർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ.
അപ്പോൾ അങ്ങനത്തെ സമയത്തും പിന്നെ അതുപോലെ നോർമലി നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കളർ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ സീസൺ ടൈമിലൊക്കെ അതായത് ക്രിസ്മസ് സമയങ്ങളിലൊക്കെ കഴിയുന്നതും ഈ ഒരു ബോട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുക. ഇങ്ങനെയുള്ള കേക്കിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, ടീ കേക്ക് ഐറ്റംസിലും എല്ലാം. പിന്നെ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് കേടൊന്നും പോവില്ല. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ബീറ്റർ ഓഫ് ചെയ്യുക. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് താഴെ ചിലപ്പോൾ മിക്സ് ആവാതെ നിൽക്കുന്നുണ്ടാവും, അതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. അതിൻ്റെ ശേഷം ടിന്ന് റെഡിയാക്കി എടുക്കുക. 8 ഇഞ്ചിൽ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്ക് സ്ക്വയർ പാനിലാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് സ്ക്വയറായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. റൗണ്ടിലും എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരമലിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, മിക്സിങ്ങിൻ്റെ ലാസ്റ്റ് സമയങ്ങളിൽ ചെക്ക് ചെയ്യുക കേട്ടോ, അടിയിൽ കളർ പോയിട്ട് അടിഞ്ഞ് എടുക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി നമുക്കിതിനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് റേസിൻസും കാഷ്യും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വെക്കണതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. പിന്നെ ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ചെയ്താലും ഒന്നും കൂടി ബെറ്ററാണ്, താഴ്ന്നു പോലെ. പിന്നെ ഓൾറെഡി നമ്മളെ ബാറ്റർ നല്ല തിക്കായിട്ടാണ്, അതുകൊണ്ട് ടാപ്പ് ചെയ്താലും താഴത്തേക്ക് താഴ്ന്നു പോകുന്നില്ല കേട്ടോ. ഇത് ക്യാരറ്റ് കേക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഇടുന്ന സമയത്ത് ഹാഫ് ഡേറ്റ്സും ഹാഫ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്താലും മതി. അതിലിനി 1 ഇട്ട് കൊടുക്കണമെങ്കിൽ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 3/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി, ഓവറായി പോവും മധുരം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ബാറ്റർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ താഴോട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. 45 മിനിറ്റാണ് നമുക്ക് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അത് ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ട് ചേഞ്ച് ആവും കേട്ടോ. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കാനാണ് നമുക്ക് ഓർഡർ ഉള്ളത്. താഴത്തേക്ക് വന്ന് അടിഞ്ഞിട്ടൊന്നുമില്ല. അടിഞ്ഞതാണെന്നുണ്ടെങ്കിൽ, അതായത് റേസിൻസൊക്കെ താഴോട്ട് വന്നതാണെങ്കിൽ താഴെ ഭാഗത്ത് നമ്മളിങ്ങനെ കമ്മിത്തിടുന്ന സമയത്ത് കാണാം കേട്ടോ. അപ്പോൾ താഴോട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഫ്ലോറിൽ തന്നെ ക്യാരറ്റും റേസിൻസൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് താഴോട്ട് ഇങ്ങനെ ബേക്കായി വരുമ്പോൾ വരില്ല. ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ടീ കേക്കൊക്കെ ആയിട്ട് നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ഡേറ്റ്സ് കേക്കും അതുപോലെ ക്യാരറ്റ് കേക്കൊക്കെ 1 kgക്ക് ഞാൻ 500 രൂപ വെച്ചിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ.